ഞാൻ റിയാസ് ബിൻ ഉബൈദ്. എല്ലാ മക്കളും അമ്മമാരും അറിയണം അച്ഛൻ എന്ന മഹാ അത്ഭുതത്തെക്കുറിച്ച്. ഇന്ന് പല കുട്ടികൾക്കും അച്ഛൻ്റെ ഒച്ച ഇഷ്ടമല്ല, അച്ഛൻ്റെ വാശി ഇഷ്ടമല്ല, അച്ഛൻ്റെ നോട്ടം ഇഷ്ടമല്ല, അച്ഛൻ്റെ ഉപദേശം ഇഷ്ടമല്ല. എന്തിനേറെ പറയുന്നു, അച്ഛൻ്റെ ഇടപെടലുകൾ പോലും പല മക്കൾക്കും ഇന്ന് ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ലായ്മയുടെ പേരാണ് ഇന്ന് അച്ഛനെന്ന് പറയുന്നത്. ഇന്ന് പല മക്കൾക്കും അമ്മമാർക്കും വലിയ ശല്യമാണ് അച്ഛനെന്ന് പറയുന്നത്. എല്ലാവർക്കും അമ്മയെക്കുറിച്ച് പറയുവാനാണ് താല്പര്യം. ഇവിടെ എല്ലാ അമ്മമാരും മക്കളും അറിയണം, വിവാഹം കഴിഞ്ഞ അന്നു മുതൽ സ്വന്തം കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുത്തുകൊണ്ട് പുതുജീവിതത്തോടുകൂടി സ്വന്തമായി ഉണ്ടായിരുന്ന ഒരുപാട് ഇഷ്ടങ്ങൾക്ക് ഗുഡ് ബൈ പറഞ്ഞവരാണ് നിങ്ങളുടെ അച്ഛൻ. പുതുജീവിതത്തോടനുബന്ധിച്ച് അമ്മ, ഭാര്യ, സഹോദരി, സഹോദരൻ, അമ്മാവൻ, അമ്മായി എന്നിവർക്കിടയിലെ പടലപ്പിണക്കങ്ങൾക്കിടയിലും ഒളിയമ്പുകൾക്കിടയിലും വീർപ്പടക്കിക്കൊണ്ട് എല്ലാം സഹിച്ചു കഴിഞ്ഞവനാണ് നമ്മുടെ അച്ഛൻ. കുടുംബത്തിൻ്റെ ആ കെട്ടുറപ്പിനായി, ഐക്യത്തിനായി, സമാധാനത്തിനായി ഒരുപാട് അനിഷ്ടങ്ങളെ പുറമെ പ്രകടിപ്പിക്കാതെ എല്ലാം മനസ്സിലൊതുക്കി കഴിയുന്നവൻ. പല ജോലികൾ, പല വേഷങ്ങൾ, പല സ്ഥലങ്ങൾ. വിവാഹം കഴിഞ്ഞതോടുകൂടി വർഷങ്ങളോളം ജീവിതം ബുദ്ധിമുട്ടി സ്വന്തം കുടുംബത്തിനായി ചെറുതാണെങ്കിലും മനോഹരമായൊരു വീട് വയ്ക്കുവാൻ വേണ്ടി അനുഭവിച്ച പെടാപാടുകൾ, മക്കൾക്ക് LKG മുതൽ നല്ല വിദ്യാഭ്യാസവും സ്പെഷ്യൽ ട്യൂഷനും കൊടുക്കുവാൻ വേണ്ടി മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും വെച്ചു പുലർത്തിയ ആ മനുഷ്യൻ ഇന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ ആർക്കും വേണ്ടാത്ത യാതൊരുവിധ വിലയുമില്ലാതെ ഇന്ന് അയാൾ വീടിനുള്ളിൽ തനിച്ചായി കഴിയുന്നു. മക്കളുടെ മുന്നിൽ ഒരു അധികപ്പറ്റാണ് എന്ന് പല പിതാക്കന്മാർക്കും തോന്നാറുണ്ട്. കാരണം മക്കൾ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നത് അവരുടെ അമ്മയോടാണ്. ഇതെല്ലാം കാണുന്ന അയാൾക്കുള്ളിലെ പിതാവ് എന്നും ഒരു തോൽവിയാകുന്നു എന്ന തോന്നലാകാം ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആ മനുഷ്യനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ചിന്തയാണ് പല പിതാക്കന്മാരുടെയും ഹൃദയം പൊട്ടിയുള്ള മരണത്തിന് കാരണമെന്ന് പറയുന്നത്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ചുറ്റും കാണാം ലക്ഷക്കണക്കിന് ഇങ്ങനെയുള്ള പിതാക്കന്മാരെ. മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവരും വാഴ്ത്തിപ്പാടും, ഇതിനിടയ്ക്ക് പിതാവിനെ മറക്കും. പലപ്പോഴും കരയുന്ന അമ്മമാരെ മക്കൾ കാണും, പക്ഷേ കരയുന്ന പിതാവിനെ ആ മക്കൾ കാണില്ല. 10 മാസം നൊന്തുപെറ്റ അമ്മയുടെ കഥ എത്രയോ വട്ടം മക്കൾ കേട്ടു കാണും. ഭാര്യയുടെ ഗർഭകാലത്ത് പിറക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായി പഴവർഗ്ഗങ്ങൾ, പോഷകാഹാരങ്ങൾ, ചെക്കപ്പുകൾ എന്നിങ്ങനെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നെട്ടോട്ടം ഓടിയ അച്ഛനെ മക്കൾ ഓർക്കില്ല. പ്രസവാശുപത്രിയിൽ കൊടുമഴയത്ത് ആശുപത്രി പരിസരത്ത് കൊതുക് കടിയേറ്റ് കുത്തിയിരുന്ന അച്ഛൻ്റെ സഹനം ഒരു മക്കളും ചിന്തിക്കാറ് പോലുമില്ല. രാത്രിയെ പകലാക്കി മാറ്റി പണിയെടുത്ത കഥ ഒരിക്കൽ പോലും പറയാത്ത, അറിയിക്കാത്ത നമ്മുടെ അച്ഛൻ ഇനിയെങ്ങാനും പണ്ടുണ്ടായ കഷ്ടപ്പാടുകളെക്കുറിച്ച്, താൻ ചെയ്ത കൂലിപ്പണിയെക്കുറിച്ചോ കോൺക്രീറ്റ് പണിയെക്കുറിച്ചോ കൊത്തപ്പണിയെക്കുറിച്ചോ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പുരാണം തള്ളുന്നു എന്ന കളിയാക്കലാകും ആ അച്ഛൻ കേൾക്കുന്നത്. അമ്മയെന്ന പുഴയെ നമ്മൾ സ്മരിക്കുമ്പോൾ അച്ഛനെന്ന കടലിനെ മറക്കുകയും പലപ്പോഴും അറിയാതെ പോവുകയും ചെയ്യുന്നു. അച്ഛന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൾ മക്കൾ വഴിതെറ്റിപ്പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ഒന്ന് ഉപദേശിക്കാൻ ഒരുമ്പെട്ടാൽ, നിങ്ങളുടെ കാലമല്ല ഇത് എന്ന് ഉപദേശിക്കുന്ന അമ്മമാരുടെ മുന്നിൽ അന്തം വിട്ടിരിക്കുന്ന പല അച്ഛന്മാരെയും നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ തന്നെയാണ് ചില അച്ഛന്മാർ വീട്ടിൽ പോലും അന്യരാകുന്നത്. അടച്ചിട്ട മുറിക്കുള്ളിൽ ടിക്ടോക്കും പബ്ജിയും ചുറ്റും ഗെയിമുകളും TV സീരിയലും തകർത്താടുമ്പോൾ വാർത്താ ചാനലുകൾ പോലും അന്യമാകുന്ന ഒരു അച്ഛനെ നമ്മുടെയൊക്കെ വീടുകളിൽ കാണാൻ പറ്റും. നമ്മൾ മക്കൾ തർക്കുത്തരം പറയുമ്പോഴും അവഗണിക്കുമ്പോഴും അച്ഛൻ്റെ മുഖത്തേക്കും കണ്ണിലേക്കും ഒന്ന് നോക്കണം. കടലോളം ദുഃഖം ഒളിപ്പിച്ച് വെച്ച് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നടക്കുന്ന ഓരോ പിതാവിൻ്റെയും മഹത്വവും സഹനവും വേദനയും നൊമ്പരവും അറിയണമെങ്കിൽ ഓരോ പുത്രന്മാരും അവനൊരു അച്ഛനാകണം. അപ്പോൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കും. ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. അച്ഛൻ്റെ മരണശേഷം കുറ്റബോധം തോന്നാതിരിക്കുവാൻ വേണ്ടിയെങ്കിലും. മറ്റൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.